വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ തൃപ്പൂണിത്തറ കൊച്ചിയുടെ സൈഡിലുള്ള ആംഗ്രി മൃണാളുടെ ഹംഗ്രി മൃണാളിലാണ് നമ്മൾ ഇന്ന് ഫുഡ് അടിക്കുന്നത്. സോ നമുക്കകത്തേക്ക് പ്രവേശിക്കാം, അതിൽ തുറക്കാം. കൊള്ളാം ഗൈസ്, നല്ല എന്താ പറയുക, നല്ലൊരു എസ്തെറ്റിക് ബ്യൂട്ടി. നമ്മുടെ ആ KFC വെച്ചേക്കുന്ന പോലെ കറക്റ്റ് ആ TVയിലൊക്കെ വെച്ചേക്കണം. മുകളിലൊക്കെ അടിപൊളി ഗൈസ്, മുകളിൽ ആ കമ്പിയൊക്കെ വെച്ച് ചെയ്ത ഡിസൈൻസ് ഒക്കെ പല രീതിയിൽ ഗൈസ്. 84 രൂപക്ക് 120 രൂപക്കൊക്കെ ഉണ്ട്. ഞാൻ ബിരിയാണി ബീഫില്ല കേട്ടോ ഇവിടെ, അപ്പോൾ ചിക്കൻ ബിരിയാണി എടുക്കാന്ന് വെച്ച് 200 രൂപയുടെ. ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്ത്, ഇതാണ് ബില്ല്, 210 രൂപ ഗൈസ്, 210 റുപ്പീസ്. ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഒന്ന് മുകളിലേക്ക് ഇരിക്കട്ടെ, അവർ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ടോക്കണിൽ. മുകളിൽ അടിപൊളി ആംബിയൻസ് ഗൈസ്, രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. ഞാൻ ഇത് തൃപ്പൂണിത്തറയിലെ ഇതാണ് കേട്ടോ ഹംഗ്രി മൃണാളായിരിക്കണം, രക്ഷയില്ലാത്ത ആംബിയൻസ് ഇവിടെ ഇഷ്ടപ്പെട്ട ആംബിയൻസ് കൊള്ളാം, സൂപ്പർ. പിന്നെ 210 രൂപ ഗൈസ്, 210 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുണ്ടോ, ബിരിയാണി വിത്ത് 1 പീസ് ചിക്കനാണ് ബിരിയാണി വരുന്നത്. അതേപോലെ തന്നെ പിക്കിള്, റൈത്ത, എഗ്ഗ് ആൻഡ് ഷാർജ ഷേക്ക് കോംബോ എല്ലാം കൂടിയായിട്ടാണ് 210. 200 രൂപയുള്ളൂ, പക്ഷേ 210 GST വിത്ത് GST. ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള കടകളിൽ GST ഉണ്ടാവും, AC സൗകര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം ഇതുള്ള GST ഉണ്ടാവും. 110 രൂപ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഫുഡ് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം, പക്ഷെ സംഭവം കൊള്ളാം ബ്രോ. സോ ഗൈസ്, നമ്മളെ ഫുഡ് എത്തി. ഇതാണ് നല്ല ബിരിയാണി, നല്ല മുട്ടയുള്ള ബിരിയാണിയുടെ. പക്ഷേ കഷ്ണം ഒന്നേ ഉള്ളൂ, ഇതിനുള്ള എല്ലാം മസാലയാണ്. റൈത്ത അത്യാവശ്യം നല്ല പോലെ ഉണ്ട്, പക്ഷേ ഇത്രയും ഉണ്ട്, ഇത് മൊത്തം ഉണ്ട്. സെപ്പറേറ്റ് കാശ് മേടിക്കാനാണ് ഒരു കാര്യം. പിന്നെ അച്ചാറ്, ഒരു പ്രത്യേക തരം അച്ചാറ്. പിന്നെ അതെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇത് ഈ ഒരു ഷാർജ ഷേക്കും കൂടി കിട്ടുന്നുണ്ട്. ഗൈസ് ഒരു കാര്യം കേട്ടോ, ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളമുണ്ട്. വെള്ളം നമ്മൾ പോയി എടുക്കണം, അടിയിലാണ്, അടിയിൽ ആ കോർണറിലാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ഇല്ല, ഇത് രണ്ടാമത്തെ ഫ്ലോർ അല്ലെ മുകളിലത്തേത്. ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ഇതുപോലും വെച്ചിട്ടില്ല, മീൻസ് എടുക്കാനുള്ളൊരു സംവിധാനം പോലും വെച്ചിട്ടില്ല. അത് മഹാബോറായി പോയി. ഇവിടെ മുകളിലിരിക്കുന്ന ഒരു താഴത്ത് പോയി ഇതാക്കി ഇതിനെല്ലാം എടുത്തോണ്ട് വരണം, അതാണ് വേണ്ടത്. അതാണ് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു KFC ചിക്കൻ സ്റ്റൈൽ, പക്ഷെ അവിടെ പോലും നിങ്ങൾ നോക്കിയോ, KFC പോലെ അവർ വരും. അവിടെ അവർ നമ്മൾ സീറ്റിലിരുന്നതിന് അവർ നമ്മളടുത്തേക്ക് വരും, മനസ്സിലായോ? അവർ വന്ന് ഓർഡർ എടുക്കും KFCയിലൊക്കെ. പിന്നെ വെയിറ്റിംഗ് ഉണ്ടാവും, ടോക്കൺ അതേ സിസ്റ്റമൊക്കെ അവിടെ ഉണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് കഴിച്ചു തുടങ്ങാം. സാലഡൊക്കെ ഇട്ട് പിന്നെ ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ടത്. ഒരു എണ്ണയിൽ നല്ലൊരു ഷൈനിങ്, അരിമണിയിലൊക്കെ ഞാൻ എടുക്കാം. അച്ചാറ് ഞാൻ അധികം കൂട്ടാറില്ല, പക്ഷെ കൂട്ടണമെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല കളറുള്ള അച്ചാറ്. കഷ്ണം ബിരിയാണി അങ്ങനെ വലിയ എരിവുള്ള ഇതൊന്നുമല്ല, ഒട്ടും എരിവൊന്നുമില്ല. വളരെ നല്ല അച്ചാറ്, സീരിയസ്ലി വളരെ നല്ല അച്ചാറാണ്, അടിപൊളി അച്ചാറ്, കൊള്ളാം, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ശരിക്കും അച്ചാറിൻ്റെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറ് മാത്രമായിട്ട് കഴിച്ച് നോക്കാം. പാകത്തിനുള്ള മസാല, വളരെ പാകത്തിനുള്ള മസാല. പിന്നെ കുറേ വൈറ്റ് റൈസ് ആയിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ വളരെ പാകത്തിനായിട്ടുള്ളൊരു മസാല. ഒട്ടും കൂടുതലല്ല, ഒരു മസാല കുത്തോ അങ്ങനെയുള്ളതൊന്നുമില്ല, വളരെ മൈൽഡായിട്ടുള്ളൊരു മസാല. പിന്നെ എനിക്ക് തോന്നിയത് റൈസ് ഭയങ്കര മസാല കുറവാണ് ആക്ച്വലി. ഭയങ്കര വൈറ്റ് റൈസ് ഉള്ളൊരു ഇതാണ്. എനിക്ക് അത്യാവശ്യം മസാലയൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല യെല്ലോയിഷ് ആയിട്ടുള്ള അരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതും കൊള്ളാം. ഇത് പക്ഷേ കൂടുതലൊരു നമ്മൾ ഈ ഗീ റൈസ് ഒന്നുമില്ല, നെയ്ച്ചോറ് എന്നാണ് അതിൻ്റെ ആ ഒരു രീതിക്ക് വരുന്നത്. പക്ഷേ കൊള്ളാം. ഇത് സാലഡ് കൂട്ടി നമുക്ക് കുറച്ച് കഴിച്ച് നോക്കാം. ചോറ് നന്നായിട്ടുണ്ട്, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്.
കൊള്ളാം. സാലഡ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സാലഡ്. ചോറും ഞാൻ പറഞ്ഞില്ല, വളരെ മൈൽഡായിട്ടുള്ള, ബിരിയാണിയുടെ ഭയങ്കര ഫ്ലേവർ ഇല്ലാത്ത ഒരു, അധികം ബിരിയാണിയുടേതായ ഒരു ഫ്ലേവർ ചോറിനില്ല എന്ന് പറയാം. കാരണം ഒരു നെയ്ച്ചോറ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനത്തെ ചോറ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മസാലയൊക്കെയുള്ള ചോറ് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. ഭയങ്കര ചെറിയ ഇറച്ചി കഷ്ണമുണ്ട് കണ്ടോ, ഇതാണ് ആകെയുള്ളൊരു കഷ്ണം. ഞാൻ അത്രയും ചെറിയൊരു ഇറച്ചി കഷ്ണം. മുട്ടയുണ്ട്, പക്ഷേ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ട, മുട്ടയാണോ എന്തുകൊണ്ടല്ല. മുട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും സെപ്പറേറ്റ് നമ്മൾ പൊയിങ്ങിടുന്ന ഒരു സംഭവമാണ് മുട്ട. അല്ലാണ്ട് മുട്ട ഇട്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല എൻ്റെ അറിവിൽ. കഴിച്ചു നോക്കാം. പിന്നെ ഞാൻ ഇറച്ചി എടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ. നല്ല രുചിയുണ്ട്, ചിക്കനൊക്കെ നല്ല ഫ്ലേവർഫുൾ ടേസ്റ്റ് വരുന്നുണ്ട്. ഒരു ഭയങ്കര ക്വാണ്ടിറ്റി കുറവ് ചിക്കൻ, മെയിൻ സാധനം ഭയങ്കര ക്വാണ്ടിറ്റി കുറവ്. പക്ഷേ അവിടെ ഓൾറെഡി ഒരു പീസ് ചിക്കനുള്ളൂ അറിയാം, പക്ഷെ അത് ഒട്ടും ഭയങ്കര ചെറിയ ഒരു ചിക്കനായിട്ട്. ശരിക്കും ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ, അതെനിക്ക് ഭയങ്കര ബോറായിട്ടാവും ഞാൻ ശരിക്കും. ആ ചോറിൻ്റെ അവിടേക്കുള്ള ആ ഒരു എണ്ണയുടെ ഒരു തിളക്കം കണ്ടില്ലേ, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആണോ നിങ്ങൾ എണ്ണയുടെ ഒരു മിനിസം കണ്ടു. കൊല്ലണ്ട ഇത്. അച്ചാർ ഒരു രക്ഷയില്ല, അച്ചാറാണ് താരം. ഞാൻ ഈ അച്ചാറൊന്നും ബേസിക്കലി ഞാൻ കൂട്ടാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു അച്ചാറാണോ ചട്നിയാണോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. അച്ചാറ് ചട്നിയൊക്കെ പറയാം നമുക്ക് ഇതിന്. അല്ല ഒരു രക്ഷയില്ലാതെ അച്ചാറും. ഈ അച്ചാർ മാത്രമായിട്ട് എനിക്ക് മേടിച്ചാൽ കൊള്ളുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. വേണോ നിങ്ങൾ മൊത്തം റൈസ് ഉണ്ട്, ഇത്രയും നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട്. പക്ഷേ മസാല ഭയങ്കര കുറവ്. മാത്രമല്ല ഒരു കഷ്ണം ഇറച്ചി, അതും വളരെ ചെറിയൊരു കഷ്ണം. അപ്പോൾ കുറേ അധികം നമ്മളൊരു ബിരിയാണി മേടിച്ചാൽ ഏറ്റവും കൂടുതൽ കാപ്സ് എന്നാണ്, കാപ്സ് ആണ് ബേസിക്കലി. പക്ഷെ ആ ഒരു ഇറച്ചി ഭയങ്കര കുറവ്. ഈ ഒരു പ്രൈസ് വിത്ത് GST 210 രൂപ. പക്ഷെ അത് മൊത്തം ഈ ഫുഡിലുണ്ടാവുക വെച്ചാൽ ഇല്ല, എനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ബിരിയാണിയിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഈ ആംബിയൻസ് നോക്കിയേ, ഈ ഒരു ആംബിയൻസിൽ നിങ്ങൾക്കൊരു വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് നമ്മൾ ഈ മെക്ഡൊണാൾഡിലൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ആൾക്കാർ താഴത്തെ ഞാൻ നോക്കിയപ്പോൾ ഒരു പുള്ളി ലാപ്ടോപ്പ് വെച്ച് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു നോർമൽ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ആയിട്ട് ഒരു കഫേ പോലെയാണ് ഇരിക്കാൻ എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. കഫേ വൈബാണ് തോന്നിയത്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് മറ്റേ ഷാർജ ഷെയ്ക്കാണ് ഇവിടുത്തെ. ആഹാ, കൊള്ളാം. ഷാർജ ഷെയ്ക്ക് അടിപൊളി. പക്ഷേ 210 രൂപക്ക് വിത്ത് ഷാർജ ഷെയ്ക്ക് ഇത്രയും ഫുഡ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വെരി വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ. ഈ ഷാർജ ഷെയ്ക്കുണ്ട്, ചോറുണ്ട്, അച്ചാറിന് ശരിക്കും കൺസിഡർ ചെയ്യാൻ പാടില്ല. പക്ഷേ അച്ചാർ അത്ര ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഞാൻ വെറുതെ പറയുന്നതല്ല. സാധാരണ ഞാൻ ഹോട്ടലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബിരിയാണി അച്ചാറിന് അധികം അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു ഫുഡാണ്. ഇതിൻ്റെ അച്ചാർ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. മൊത്തത്തിൽ വെരി ഗുഡ്. ഹംഗ്രി മൃണാൽ, ഡെയിലി മിന്നാൽ. അങ്ങനെ ഏകദേശമൊക്കെ തീരാറായി. ഞാൻ മുട്ട പൊടിച്ചിങ്ങനെ തിന്ന്. പക്ഷേ കഷ്ണം ഭയങ്കര കുറവടെ ഇതുണ്ടോ, കഷ്ണം എടുത്തെടുത്ത് ഇത്രയായി. അച്ചാറ് തീർന്നു. അടിപൊളി അച്ചാറുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ അച്ചാറും ഇതൊക്കെ കൊള്ളാം. അച്ചാറും സാലഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ശരിക്കും ഇവിടെ കുറച്ച് കുറ്റമൊക്കെ പറയാമല്ലോ എന്ന് വെച്ച് പറഞ്ഞാണ്. പക്ഷേ എനിക്ക് ഐ എം സാറ്റിസ്ഫൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് നമുക്ക് അധികം കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കൂടുതൽ മസാലയുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനത്തെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത്
വളരെ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി വിത്ത് ഗ്രേറ്റ് അച്ചാർ ആൻഡ് സാലഡ് കൊള്ളാമെന്ന് പറഞ്ഞാൽ സാലഡ് എല്ലായിടത്തും അത്യാവശ്യം ഇതേപോലെയൊക്കെ തന്നെ. പക്ഷേ ഈ അച്ചാർ ഭയങ്കര യൂണീക്കാണ്. നല്ലൊരു റെസിപ്പിയുള്ള അച്ചാർ. പിന്നെ മുട്ട കിട്ടുന്നുണ്ട്. സാധാരണ എനിക്ക് തോന്നണില്ല മുട്ട കിട്ടും. പിന്നെ മുട്ട ഒരു ബിരിയാണിയുടെ ഒപ്പം മുട്ട വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ മുട്ടേനോട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. ബിരിയാണിയുടെ ഒപ്പം മുട്ട വേണമെന്ന് വിചാരിക്കുന്ന ആളല്ല. മുട്ട എന്തിനാണ് ബിരിയാണിയുടെ ഒപ്പം? ചിക്കനല്ലേ വേണ്ടത്? ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കനാണ് കൂടുതൽ വേണ്ടത്. മുട്ട എന്തിനാണ്? പിന്നെ ഇത് ഒരു ദമ്മ് ബിരിയാണിയാണ്. പക്ഷെ ദമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആ ഒരു ദമ്മിൻ്റേതായൊരു മണം അങ്ങനെ എനിക്ക് കിട്ടിയില്ല. സത്യമായിട്ടും മണം കിട്ടിയില്ല. എന്നാലും പൊരിച്ചിട്ടേക്കണമല്ല. മറ്റേ ഇറച്ചി നിങ്ങൾ കണ്ടല്ലോ, അത് വേവിച്ചെടുത്തേക്കണം, രീതിയിൽ എടുത്തേക്കണം. പൊരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കണമല്ല. കൊള്ളാം. പിന്നെ ഇതൊരു മൈൽഡ് ടേസ്റ്റാണ്. അധികം മധുരമില്ല. നല്ല എന്താ പറയുക, നല്ല തണുപ്പുണ്ട്. അധികം മധുരമില്ല. നല്ല രീതിക്ക് ഐസ്ക്രീം നന്നായിട്ട് അടിച്ച് മനസ്സിലായിട്ടെ, കട്ട പോലെയുള്ള ഇതല്ല, നന്നായിട്ടൊരു അടിച്ച് പതപ്പിച്ചിട്ടുള്ളൊരു ഇതാണ് ഇത്. ഐസ്ക്രീം നമുക്ക് എടുക്കുമ്പോൾ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ഐസ്ക്രീം ആയിട്ടല്ല കണ്ടോ, ഇതിങ്ങനെ ഒരു ബട്ടറി ഫീലാണ്. അത്രയും നന്നായിട്ട് അടിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇതും കൊള്ളാം. 210 രൂപ ടോട്ടൽ വിത്ത് അടിപൊളി ആംബിയൻസ്. ആണോ ഇരുട്ടായത്? മണി ഇപ്പം എത്രയാണെന്നറിയാം എനിക്ക്. ഒരു മണിയും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഇരുട്ട് കണ്ട, നല്ല മഴക്കാറുണ്ട്. ആണ് കാര്യം. സോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഹംഗ്രി മൃണാളിൻ്റെ വിശേഷങ്ങൾ. ബൈ ഗൈസ്. സോ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വിത്തെല്ലാം തീർത്ത്. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇവിടെ കൈ കഴുകാനുള്ള സ്ഥലമില്ല. പക്ഷെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കൈ കഴുകാൻ സ്ഥലമില്ല. അതിന് താഴത്ത് പോകണം. എന്ത് പരിപാടിയല്ലേ? കൈ കഴുകണ്ടെന്നാണോ ഇനി? കൈ കഴുകാൻ താഴത്തേക്ക് പോകണം. ഇപ്പം മുകളിലിരിക്കുന്നവർക്കൊരു പരിഗണന ഇല്ലേ? അടിയിലേക്ക് പോകണം. ഇവിടെ കൈ വാഷിങ്